ഇലക്ഷനൊക്കെ ആയിട്ട് നമുക്ക് റെഡിയായി വോട്ട് ചെയ്യാൻ പോയി. കഴിഞ്ഞ വട്ടം വോട്ട് ചെയ്തപ്പോൾ കയ്യിലിട്ട മഷി കുറച്ച് വിജൃംഭിച്ച് പോയതുകൊണ്ട് ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് സെയിം ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു കോട്ട് സെറ്റ് ആണ് ഇട്ടേക്കുന്നത്. ഞാൻ ഇന്റൻഷനലി ഇങ്ങനെ എടുത്തതല്ല, പക്ഷേ ഇടാൻ വേണ്ടി എടുത്തപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആയി പോയതാണ്. പിന്നെ ലിപ് ബാമും സൺസ്ക്രീനും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു 11:30 എങ്ങാനും ആണ് സമയമായിട്ടുള്ളത്. പിന്നെ പുരിക്ക് മാത്രം ഒന്നിങ്ങനെ കോംബ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണൊന്നും എഴുതുന്നില്ല കേട്ടോ. ഒരു ഐബ്രോയ്ക്ക് തിക്നെസ് കൂടുതലാണോ എന്നുള്ള സംശയം ഇല്ലാതില്ല. കമ്മലിട്ടിട്ട് ഒരു കുഞ്ഞു പൊട്ട് തൊടാന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും വലുതായി പോയിട്ടോ പൊട്ട്. പിന്നെ ചുണ്ടിലുള്ള എക്സസ് ആയിട്ടുള്ള ലിപ് ബാം തുടച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടാറുള്ളത്. അങ്ങനെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലിപ്സ്റ്റിക് നിൽക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് ചീപ്പും ബുഷൊക്കെ നോക്കിയിട്ട് ഒന്നും കാണാണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ താഴെ പോയിട്ട് മുടിയൊക്കെ കിട്ടി. അപ്പച്ചനാണെങ്കിൽ പുറത്ത് ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. ഞാൻ ആധാർ കാർഡൊക്കെ എടുത്ത് വലിയ കാര്യമായിട്ട് പോയിന്നാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ബൂത്തിലാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ നോക്കിയെടുത്ത സ്ലിപ്പുമായിട്ട് പിന്നെ പോയിട്ട് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വോട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സ്പ്രെഡ് ആയിട്ട് ഒരു പഴുതാരയുടെ പാറ്റേണിലാണുള്ളത്. പക്ഷെ അത്ര പ്രശ്നമില്ല. സംഗതി എന്റെ വിരലിൽ കുറെ വരകൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. എങ്ങനെയാ ഓൾമോസ്റ്റ് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.